നല്ല ഹോട്ടൽ ഇല്ലെന്നാണ് പെൺകുട്ടി പറയാം. നല്ല ഹോട്ടൽ നല്ല ഹോട്ടൽ വന്ന് നോക്കാൻ പറ. ഹോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാം. തിരുവല്ലയെ കുറിച്ച് എന്തുവാ? തിരുവല്ലയിൽ വന്ന് നോക്കണം. തിരുവല്ലയിൽ ഒരു മുക്കൊരു മൂലമല്ലേ കൊച്ചു കണ്ടിട്ടുള്ളൂ. യഥാർത്ഥ തിരുവല്ല കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓട്ടോറിക്ഷക്കാരോട് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. ഓട്ടോയ്ക്കകത്ത് കയറുവാണെങ്കിൽ നിങ്ങൾ കൊണ്ട് കാണിച്ചു കൊടുക്കും. പെണ്ണ് പറയുന്നത് തിരുവല്ലയിൽ നല്ല റെസ്റ്റോറന്റുകളില്ല, ഹോട്ടലില്ല. തിരുവല്ലയിലുള്ളതുപോലെ ഈ കേരളത്തിൽ ഒന്നുമില്ല റെസ്റ്റോറന്റ്. ഇത് ഏത് പെണ്ണാ പറഞ്ഞ? ആ പെണ്ണ് എന്റെ പെണ്ണാ ഇത്. ആ പെണ്ണ് ഇങ്ങോട്ട് വരാൻ പറയാം. ഇവിടുത്തെ ഹോട്ടലിൽ തന്നെ പോയി ഞെട്ടും. നമ്മളുകൊണ്ട് കാണിക്കും. ചേട്ടാ വീഡിയോ കണ്ടായിരുന്നോ ചേട്ടൻ? ഞാൻ കണ്ടായിരുന്നു. എന്താണ് പറയാനുള്ള അഭിപ്രായം? പറ. അവള് തിരുവല്ലയെ കുറിച്ച് അവൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? തിരുവല്ല കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. തിരുവല്ല കാണുന്നത് തിരുവല്ല വന്ന് കാണണം. അല്ലാതെ എങ്ങാണ്ടിരുന്ന തിരുവല്ല പട്ടിക്കാട് എന്ന് പറഞ്ഞാൽ അവളെ നമ്മളെ കൊണ്ട് കാണിക്കും. പട്ടിക്കാട് എവിടെ അവളെ കാണുന്നത് കാണിക്കാൻ ഇങ്ങോട്ട് വരാൻ പറ. തിരുവല്ലയെ കുറിച്ച് തിരുവല്ല വന്ന് കാണണം. നല്ല ഹോട്ടൽ ഇല്ലെന്നാണ് പെൺകുട്ടി പറയാം. നല്ല ഹോട്ടൽ നല്ല ഹോട്ടൽ വന്ന് നോക്കാൻ പറ. ഹോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാം. അവള് തിരുവല്ല തിരുത്തിരിച്ച് പോലെ തിരുവല്ല ഇങ്ങോട്ട് തിരുവല്ല ടൗണിലോട്ട് എത്ര ഹോട്ടൽ വേണമെന്ന് അതിന് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഞങ്ങൾ മേടിച്ചു കൊടുക്കാൻ ആഹാരം. ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഇവര് വാങ്ങിച്ചു തരുവാണ് പറഞ്ഞത്. സ്നേഹത്തോടെ പറഞ്ഞ കേട്ടോ. വെല്ലുവിളി സ്വീകരിക്കുക. ഏത് ആഹാരം വേണം മേടിച്ചു കൊടുക്കാൻ. ആ കൊച്ചിനെ തിരുവല്ല ആണെങ്കിൽ തിരുവല്ലയിൽ ഒന്ന് അഭിപ്രായം പറയാൻ പറ. തിരുവല്ലയിൽ വന്ന് എന്റെ അഭിപ്രായം പറയാം. നമുക്ക് തന്നെ അടുത്ത ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ ഈ ഒരു വീഡിയോ കണ്ടായിരുന്നോ? കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് പോകുന്ന വീഡിയോ. അപ്പൊ എന്താണ് അഭിപ്രായം പറയാനുള്ളത്? പറ. തിരുവല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏത് റെസ്റ്റോറന്റ് ചെന്നാലും എപ്പോഴും ഇടിയാ. ചിലപ്പോ ചില സമയത്ത് ഓപ്പൺ അല്ല, ക്ലോസ് ചെയ്തേക്കും. ആ തിരക്ക് കാരണം മിക്കടത്ത് ചെന്നാലും ഇവിടെ നിന്ന് പെരുന്തുരുത്തി പോയിട്ട് തിരുമൂല വരെ ചെന്നാൽ ഏതൊരു ഹോട്ടലിൽ ചെന്നാലും അതുപോലെ തിരക്കാണ്. അപ്പൊ അത് ഈ പെണ്ണ് ഇങ്ങനെ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മൾ സംശയിക്കണം. ദൂരെയുള്ളവരൊക്കെ സംശയിക്കണം നമ്മുടെ നാടിനെ കുറിച്ച്. ഇപ്പൊ നീ ഒന്ന് നോക്കൂ. ഇന്ന് ഇപ്പൊ ഞായറാഴ്ച അല്ലേ, എല്ലാ ഹോട്ടലും തിരക്കായിരിക്കും. പട്ടിക്കാടാന്നാ പറഞ്ഞത്. പട്ടിക്കാട് ഇത് തിരുവല്ല. ഇവിടെ നിന്നെല്ലാം ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുന്നത്. കാരണം എലൈറ്റ് ഭാഗങ്ങളുടെ വിദേശികൾ ഇവിടെ മൊത്തം ഇവിടെ വന്ന് താമസിക്കുന്നത്. എല്ലാ ഹോട്ടലിലും അവരെ കൊണ്ട് തിരക്കാം. പിന്നിപ്പോ എന്ന് വെച്ചാൽ എന്തുമാത്രം റെസ്റ്റോറന്റ് ഇവിടെ തുടങ്ങുന്നു പുതിയതായിട്ട്. ഇവിടെ പട്ടിക്കാടായിട്ടാണോ? ഇവിടെ നിന്നെല്ലാം ആൾക്കാർ വരുന്നത്. ഈ ഒരു വീഡിയോ കണ്ടായിരുന്നോ? തിരുവല്ല പട്ടിക്കാടാണ്, നല്ല ആഹാരം കിട്ടുന്ന ഹോട്ടലൊന്നും ഇല്ലെന്ന്. ഇവിടെ നല്ല ഹോട്ടലുണ്ട്. കഴിച്ചിട്ട് വന്നതുണ്ട്. നല്ല ഫുഡ് കിട്ടിട്ടില്ലേ? അതെ, ഇവിടെ ബിഗ് മൗത്ത് ഉണ്ട്. വേറെ ഹോട്ടലുണ്ട്, ഒരുപാട് ഹോട്ടലുണ്ട്. ഈ പെൺകുട്ടി പറഞ്ഞ കൊള്ളത്തില്ലെന്നാ പറയാം. പട്ടിക്കാടാണ്. അതൊന്നും തിരുവല്ല പറ്റി അറിയത്തില്ല. പെൺകുട്ടി സോഷ്യൽ മീഡിയ കൂടെ പറയുന്നത് നമ്മുടെ നാട് പട്ടിക്കാടാണ്, ഇവിടെ നല്ല ആഹാരം കിട്ടുന്ന ഹോട്ടലില്ല, ഇങ്ങോട്ടൊന്നും ആരും വരില്ലെന്നാ പറയാം. തിരുവല്ല എന്താണ് അമ്മയുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ നാട് പട്ടിക്കാടാണോ? പട്ടിക്കാടൊന്നും അല്ല. ചേട്ടാ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരു പെൺകുട്ടി നമ്മുടെ നാട് തിരുവല്ലയെ കുറിച്ച് പറയുന്നത് അറിഞ്ഞു. എന്താണ് ചേട്ടന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കൊച്ച് ഇവിടെ ഏതെങ്കിലും സമയത്ത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടലുകൾ തുറക്കാനോ കടകൾ തുറക്കാനോ ജ്യൂസ് മേക്ക് തുറക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇവര് രാത്രി 12 മണി 1 മണിക്കാണ് ഈ ഹോട്ടൽ അടച്ചുകൊണ്ട് പോകുന്നത്. അവരെ തുറക്കുന്നതാണെങ്കിൽ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട ഫാസ്റ്റ് ഫുഡും ഈ ബിരിയാണി കടകളൊക്കെ തുറക്കുന്നത്. ഈ ഒരുമാതിരിപ്പെട്ട ഫുഡുകളെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് തിരുവല്ല. തിരുവല്ലയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ, ഞാനും തിരുവല്ലക്കാരനല്ല, ഞാൻ എറണാകുളത്തുകാരനാണ്. അപ്പൊ ഞാൻ എറണാകുളത്തുകാരനാണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പൊ തിരുവല്ലയിൽ ഞാൻ ഇച്ചിരി താമസമാണ് ഇപ്പം. അത്യാവശ്യം ഞാൻ എന്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പൊ ഞാൻ ഇവിടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട ലൊക്കേഷനൊക്കെ അറിയാം. നല്ലതരം ഫുഡുകളും നമുക്ക് കഴിക്കാവുന്ന നല്ലതരം ഫുഡുകളൊക്കെ ഇവിടെ ഉണ്ട്. കൂടുതൽ ഇവിടുത്തെ ഹോട്ടലുകൾ നടത്തുന്നത് മലപ്പുറത്തുള്ളവരും കോഴിക്കോടുള്ളവരും മലപ്പുറംകാർ വന്നിട്ടുണ്ട്. നല്ല ഫുഡാണ്. നമ്മുടെ തിരുവല്ലയില് ഈ രാമഞ്ചിറ, അതായത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് മുത്തൂർ വരെ ഫുള്ള് നല്ല അടിപൊളി റെസ്റ്റോറന്റുകളും അടിപൊളി ഷോപ്പുകളുള്ള സ്ഥലമാണ്. ഇവിടുത്തെ ചായ ക്ലബ് ഹൗസ്, അപ്പം എനിക്കുള്ള ഷോപ്പാണ് ജ്യൂസി. ഇതൊന്നും ഒന്നുമല്ല ഈ കളയുന്ന ഒരു വർത്തമാനം പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കുന്നതിന് അപ്പുറമാണ് കേട്ടോ. മന്തി മാത്രം ഒരു ഫുഡ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഹോട്ടല് അല്ലെങ്കിൽ ഈ ഏരിയ തന്നെ ഫുഡ് സ്പോട്ടാണ്. ഇനിയും ചങ്ങനാശ്ശേരിയുള്ള എന്റെ ഫ്രണ്ട്സ് വരെ എനിക്ക് തന്നെ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നുണ്ട്, നമ്മുടെ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നുണ്ട്, നമ്മുടെ റാന്നിയിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. എനിക്ക് ഞാൻ എന്റെ നാടിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. തിരുവല്ലയെ കുറിച്ച് എന്റെ പേര് പോലും ഞാൻ ഇടയ്ക്ക് ഷമീർ തിരുവല്ല എന്നുണ്ട്. നമുക്കത് ഭയങ്കരമായിട്ട് ഇറിറ്റായിപ്പോയി. ഇവിടെ എന്തിനു വേണ്ടി ഫുട്ബോൾ ഉള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്ര കടകളുണ്ടെന്നും എങ്ങനത്തെ കടകൾ, നല്ല ഫുഡ് കിട്ടുന്ന കടകളൊന്നും അറിയാവുന്നതാണ്. എന്നിട്ടത് പറഞ്ഞ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത